വെൽക്കം ടു KUFYUGP ഓൺലൈൻ. ഇന്ന് ഞാൻ പാർട്ട്ണർഷിപ്പ് തിയറി അക്കൗണ്ട്സ് ചാപ്റ്ററിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യനും 4 മാർക്ക് ക്വസ്റ്റ്യനും ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മുമ്പത്തെ 2 വീഡിയോയിൽ ഞാൻ പാർട്ട്ണർഷിപ്പ് തിയറീൻ്റെ നോട്ട്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ബ്രീഫ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്? എ പാർട്ട്ണർഷിപ്പ് മസ്റ്റ് സ്റ്റെം ഫ്രം എ വോളണ്ടറി ലീഗൽ കോൺട്രാക്ട് ഓർ എഗ്രിമെൻറ്റ് എൻഡഡ് ബൈ എ മിനിമം ഓഫ് 2 competent individuals. Additionally, the association must be established with the clear intent to run a lawful business activity. Okay, ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിലൊരു ലീഗൽ എഗ്രിമെൻ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവണം. ആ കോൺട്രാക്റ്റിൽ മിനിമം 2 പാർട്ടീസ് ഇൻവോൾവ് ആയിരിക്കണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം, ഒരു ലോഫുള്ളി ഇൻറ്റൻറ്റഡ് ഒരു സ്ഥാപനം ഉണ്ടാവണം പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടി. അതിലുള്ള എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും ലീഗലി ഇൻറ്റൻറ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലീഗൽ കാര്യങ്ങൾ മാത്രം, ലൈക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒരിക്കലും ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ്സ് ഓർ ലോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു സ്പെസിഫിക് റേഷ്യോ, ഒരു പ്രത്യേകതരം ഒരു റേഷ്യോ ഫിക്സ് ചെയ്തിട്ട് ആ റേഷ്യോയിൽ വേണം ഡിവൈഡ് ചെയ്ത് കൊടുക്കണം പാർട്ടീസ് തമ്മിൽ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, വാട്ട് ഡു യു മീൻ ബൈ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ? ഫിക്സ്ഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് തുടങ്ങാം. ഓക്കെ, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ മെത്തേഡിൻ്റെ അടിയിൽ ക്യാപിറ്റൽ ബാലൻസസ് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. കാരണം ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും കറണ്ട് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ ബാലൻസസ് മാറാനും പോകുന്നില്ല. ഓക്കെ, പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ബാലൻസസ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഷോർട്ട് എസ്സേസ് 4 മാർക്ക് ഈച്ച്. ഇതൊക്കെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഡീഡ്? ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഉള്ളിൽ അകപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, എൻറ്റിറ്റി ഐഡൻറ്റിഫിക്കേഷൻ, എൻറ്റിറ്റി ഐഡൻറ്റിഫിക്കേഷൻ, പിന്നെ ഫൈനാൻഷ്യൽ സ്ട്രക്ചറിങ്. ഓക്കെ, പിന്നെ കോമ്പൻസേറ്ററി ഫ്രെയിംവർക്ക്, പിന്നെ ഡിസൊല്യൂഷൻ ആൻഡ് ഡിസെൻഷൻ റൂൾസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എൻറ്റിറ്റി ഐഡൻറ്റിഫിക്കേഷൻ, ഫുൾ നെയിംസ്, official communication addresses and business descriptions of the firm alongside identifying details of all parties. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ ഫേമിൻ്റെ ഫുൾ നെയിമും പിന്നെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ആ അഡ്രസ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അഡ്രസ്സ് ഉണ്ടാവില്ലേ, ആ അഡ്രസ്സും പിന്നെ ഒരു ഫേമിൻ്റെ ബിസിനസ് ഡിസ്ക്രിപ്ഷനും പിന്നെ എല്ലാ പാർട്ടീസിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, എല്ലാ പാർട്ടീസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. പിന്നെ അടുത്ത പോയിൻ്റ് ഫൈനാൻഷ്യൽ സ്ട്രക്ചറിങ്, ദ എക്സാക്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റിക്വയർഡ് ഫ്രം ഈച്ച് പാർട്ട്ണർ ആൻഡ് ദ ലീഗലി ബൈൻഡിങ് പ്രോഫിറ്റ് ഷെയറിംഗ് ഓർ ലോസ് ബെയറിംഗ് റേഷ്യോ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്. ഓക്കെ, ഓരോ പാർട്ട്ണറും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ ഓൾസോ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. പിന്നെ കോമ്പൻസേറ്ററി ഫ്രെയിംവർക്ക്സ്, പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് അലൗഡ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് മെട്രിക്സ് to be changed on partners' drawings and explicit salary or commission allowances.
എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്തിന് ക്യാപിറ്റലിൻ്റെ മേലെയോ പിന്നെ ഡ്രോയിങ്സിൻ്റെ മേലെയോ എന്തെങ്കിലും ഓരോ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റലിൻ്റെ മേലെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കണം ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ. പിന്നെ എന്തെങ്കിലും സാലറി, ഓരോ പാർട്ട്ണറിനും സാലറി വേണമല്ലോ, പാർട്ട്ണറിന് പിന്നെ സാലറി വേണം, പിന്നെ വല്ല മാനേജേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കമ്മീഷൻ വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. പിന്നെ ഡിസൊല്യൂഷൻ ആൻഡ് ഡിസങ്ഷൻ റൂൾസ്. ഓക്കെ, പ്രൊസീജറൽ റെഗുലേഷൻസ് ഗവേണിംഗ് പാർട്ട്ണർ റിട്ടയർമെൻറ്റ്സ്, മെത്തേഡ്സ് utilized for valuing business goodwill and mechanisms deployed for dispute arbitration. ഓക്കെ, എന്ന് പറയുമ്പോൾ ഓരോ പ്രൊസീജിയർ നടത്താൻ വേണ്ടിയുള്ളൊരു റെഗുലേഷൻസ് സ്പെസിഫൈ ചെയ്തിരിക്കണം. പിന്നെ ഗുഡ്വില്ല്, ബിസിനസ്സിൻ്റെ ഗുഡ്വില്ല്, നല്ല പേര് വാല്യൂ ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും സ്പെസിഫൈ ചെയ്തിരിക്കണം. പിന്നെ വല്ല ഡിസ്പ്യൂട്ട്, വല്ല അടിപിടി, എന്തെങ്കിലും വഴക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അത് നേരെയാക്കാനുള്ള മെക്കാനിസംസും കൂടെ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്? ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ 4 പോയിൻറ്റ്സ് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, ബേസിസ്, ഡിഫറൻസിൻ്റെ ബേസിസ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ 2 അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരെണ്ണം ക്യാപിറ്റൽ അക്കൗണ്ടും ഒരെണ്ണം കറണ്ട് അക്കൗണ്ടും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്താൽ മതി. അതിൽ എല്ലാ ട്രാൻസാക്ഷൻസും ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് ബാലൻസ് സ്റ്റെബിലിറ്റി. The balance of the current account stays unvaried except under permanent capital structural shifts. ഓക്കെ, എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ അടിയിൽ. ഇനി അഥവാ ഒരു പാർട്ട്ണർ പെർമനൻ്റായിട്ട് ക്യാപിറ്റൽ വിഡ്രോ ചെയ്താലും പിന്നെ എന്തെങ്കിലും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും മാത്രമേ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവത്തുള്ളൂ. അത് കൂടുതലും കേസസിൽ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ അടിയിൽ വരുമ്പോൾ ക്യാപിറ്റൽ ബാലൻസ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത ബേസിസ് നമുക്ക് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് പോസ്റ്റിങ്സ്. ഓക്കെ, ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കറണ്ട് അക്കൗണ്ടിലായിരിക്കും ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ അടിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ അടിയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമായിരിക്കും എല്ലാ ട്രാൻസാക്ഷൻസും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും സാലറി ആയാലും കമ്മീഷൻ ആയാലും ബോണസ് ആയാലും എന്തായാലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ അടിയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ അക്കൗണ്ട് ബാലൻസസ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ അടിയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എപ്പോഴും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ടിൽ. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ഡെബിറ്റും ആവാം ക്രെഡിറ്റും ആവാം. ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് LLP? ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി, പിന്നെ പെർപെച്വൽ സക്സഷൻ, പ്രൊട്ടക്റ്റഡ് പേഴ്സണൽ അസറ്റ്സ്, ആബ്സെൻസ് ഓഫ് മ്യൂച്വൽ ലയബിലിറ്റി. ഓക്കെ, ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി. ഒരു LLP അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അതിൻ്റെ പാർട്ട്നേഴ്സ് തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടാണ് രണ്ടും കണക്കാക്കപ്പെടുന്ന ലീഗൽ ടേംസിൻ്റെ അടിയിൽ. ഓക്കെ, പിന്നെ പെർപെച്വൽ സക്സഷൻ. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഒരു LLP കുറേ കാലത്തേക്ക് അത് ഓപ്പറേഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് പ്രോഫിറ്റ്സ് അറ്റൈൻ ചെയ്യണം എന്നുള്ളൊരു ഗോളിലായിരിക്കണം എല്ലാ പാർട്ട്നേഴ്സും LLP തുടങ്ങാനായിട്ട്. പിന്നെ പ്രൊട്ടക്റ്റഡ് പേഴ്സണൽ അസറ്റ്സ്. ഓരോ പാർട്ട്ണറിൻ്റെ അസറ്റ്സ് ഫേമിൻ്റെ ലയബിലിറ്റി അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. കാരണം രണ്ടായിട്ടാണല്ലോ. കാരണം പാർട്ട്നേഴ്സും ഫേമും ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആണല്ലോ. അപ്പോൾ ഫേമിൻ്റെ ഡെപ്റ്റ് അടയ്ക്കാൻ വേണ്ടി പേഴ്സണൽ അസറ്റ്സ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ അസറ്റ്സ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ആബ്സെൻസ് ഓഫ് മ്യൂച്വൽ ലയബിലിറ്റി.
ഓരോ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി ഉണ്ടാവത്തില്ല, കാരണം പാർട്ട്നേഴ്സും പിന്നെ LLPയും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആബ്സെൻസ് ഓഫ് മ്യൂച്വൽ ലയബിലിറ്റി ആയിരിക്കും കേട്ടോ. ഓക്കെ, ഈ വീഡിയോയിൽ പാർട്ട്ണർഷിപ്പ് തിയറി ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസും 4 മാർക്ക് ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്തോളാം. അടുത്ത വീഡിയോയിൽ ഞാൻ P&L അപ്രോപ്രിയേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ പ്രോബ്ലംസ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.